അറിയോ? നല്ല പാടി കേട്ടോ. നമുക്ക് ലാസ്റ്റ് നല്ലൊരു പാട്ടോടെ പാടി തരണേ. കൂടാതെ ഈ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ. ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ഉമ്മച്ചി പഠിപ്പിച്ചോ? ഈ സെറ്റിലൊക്കെ ഒരു ഭയങ്കര വികൃതിയാന്ന് പറയുന്നത് ഞാനിപ്പോൾ കണ്ടുകൂടെ. ഒരു കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആണോ? വികൃതിയാണോ? എല്ലാവരും അടിക്കുമോ? ഇല്ല. ഇന്നത്തെ അതുകൊണ്ട് ആ നിൽക്കുന്ന മാമനല്ലേ അതുകൊണ്ട് കനകം പോലീസ്, അത് മാമനല്ലേ അത് അല്ലേ? എങ്ങനെയുണ്ട് ആള്? പേടിയാണോ ആളിനെ? മിണ്ടു നന്നായിട്ട്? പിന്നെ പപ്പയോടൊപ്പം അച്ഛൻ ഡാഡി ഡാഡി എവിടെ പോയി? റിയാസ് അങ്കിൾ അല്ലേ? റിയാസ് അങ്കിൾ എങ്ങനെ? റിയാസ് അങ്കിൾ എങ്ങനെയുണ്ട്? മഞ്ജു അമ്മയോ? പറ. ഇഷ്ടം അല്ല? എങ്ങനെ അഭിനയിക്കുമ്പോ പറഞ്ഞു തരുമോ? എന്നൊക്കെ അഭിനയിക്കണമെന്ന് എന്താ പറഞ്ഞു തരാറുള്ളത്? ഇപ്പൊ നീ ഇവിടെ വന്നപ്പോ ആദ്യം അഭിനയിച്ച സീൻ ഏതാ? ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സീനാണോ? അല്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആദ്യം അഭിനയിച്ച സീൻ ഏതാ? ആദ്യം റൊണാൾഡോ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുമ്പോ റൊണാൾഡോ എന്റെ ബിസ്ക്കറ്റിന് തൊട്ടുപോയില്ലേ? ആ ക്യാമറ നോക്കി പറ. റൊണാൾഡോ എന്റെ ബിസ്ക്കറ്റിന് എടുത്ത് കഴിക്കും. അപ്പൊ എന്താ പറയാ? ക്യാമറ നോക്കി പറ. അപ്പം ഞാൻ അമ്മേനൊരു ബുക്ക് എടുത്തിട്ട് കാണിക്കും. അമ്മ ഈ ബാഗാണ് വേണ്ടത്. അപ്പം റൊണാൾഡോ എന്തോ പറയാ, അതെനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. പിന്നെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുമ്പോ എന്തോ പറയാ? ക്യാമറ നോക്കി പറ. എന്നിട്ട് റൊണാൾഡോ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ പറയും ഒരു കൈ കാണിയില്ലേ? അപ്പൊ ഇങ്ങനെ കാണിക്കും. കുപ്പിന് അപ്പുറത്തെ കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് അപ്പുറത്തെ കൈ കാണിക്കാൻ പറയുമ്പോ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പം ഞാൻ രണ്ട് കൈയും കാണിക്കാൻ പറയും. അപ്പൊ കാണിക്കും ഇതാര് ബിസ്ക്കറ്റ് എന്ന് ഞാൻ ചോദിക്കും. അവർ ഒരാളാവൻ പറയും ഏത് കമ്പനി അറിഞ്ഞൂടാ, പക്ഷെ നല്ല ബിസ്ക്കറ്റ്. ഞാൻ പറയും ഇത് എന്റെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു നല്ല ദേഷ്യത്തിന്. ഇത് എന്റെ ബിസ്ക്കറ്റ് ആണ്. ഞാൻ പറയും എന്റെ ബിസ്ക്കറ്റ് ആണിത്. റൊണാൾഡോ എന്തിനാ എടുത്ത് കഴിച്ചേ? ഇനി മേലെ എന്റെ ഫുഡിലെല്ലാം കൈ വെച്ചേ പറഞ്ഞിട്ട് പോവും. അതാണ് ഫസ്റ്റ് സീന്. എത്ര പ്രാവശ്യം ടേക്ക് എടുത്ത്? ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞോ അത്? അത് വീണ്ടും വീണ്ടും ചെയ്തോ? ചെയ്തില്ല, ഒറ്റ പ്രാവശ്യം ചെയ്തോ? അടിപൊളി, സൂപ്പർ. ഇനി ഈ സിനിമയിലൊക്കെ പോകുമ്പോഴേ, സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്തെ ഏത് സിനിമ അഭിനയിച്ചേ? പ്രിൻസസ് ട്രീറ്റാ? അതിനകത്ത് ആരൊക്കെ അഭിനയിച്ചേ? അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ലിയോൺ ആൻഡി, അങ്ങനെ കുറെ പേരൊക്കെ. ഇറങ്ങിയോ അതിനകത്ത്? ആ സിനിമ ഇറങ്ങിയോ? സിനിമ ഇറങ്ങില്ല, ഉടനെ ഇറങ്ങും. അപ്പൊ ഇനിയും സിനിമകൾ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചോ അഭിനയിക്കാനായിട്ട്? വിളിച്ചു, ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചെടുത്ത്. അയ്യോ കിട്ടിയില്ലേ? എന്താ ഉമ്മാടെ ചോദിച്ചില്ല? എന്താണ് ഉമ്മാടെ ചോദിച്ചില്ലേ? ചോദിച്ചു എന്താ ചോദിച്ചു കിട്ടാൻ? എന്താണ് ചെറുക്കൻ്റെ ഡേറ്റ് ക്ലാഷ് ആണ്. അവന് അത്യാവശ്യം നല്ല ഡേറ്റ് ഉണ്ട്. നല്ല ഈ എന്താ അളിയൻസും ഇപ്പൊ അളിയൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അളിയൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് നല്ല ഫുള്ളായിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഇനി സിനിമയൊക്കെ വരുമ്പോൾ ഡേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിയാ, അവർ ജീവിച്ച് പോട്ടെ ഇല്ലയോ? ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുവോ? ഉറപ്പാന്നല്ലോ. അപ്പം നമുക്കേ ഇനി ലാസ്റ്റ് ഒരു പാട്ടോടെ പാടിയല്ലോ. എനിക്ക് അറിഞ്ഞൂടെ? അപ്പം എന്നാൽ ആ ക്യാമറ നോക്കിയിട്ടേ, ഈ കുറേ ആൾക്കാരുണ്ട് മോനെ അറിയാവുന്ന, വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യണം. കഥാപാത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞു. എൻ്റെ പേര് ഒറിജിനൽ പേര് റൈഹു എന്നാണ്. പിന്നെ ചക്കപ്പഴത്തിലെ പേര് കണ്ണൻ. പിന്നെ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കുഞ്ചു. അങ്ങനെ കുറെ പേരുകളുണ്ട് എനിക്ക്. അലയൻസിലെ പേര് പറ. അലയൻസിലെ പേര് തക്കുടു. അങ്ങനെ പിന്നെ റൈഹു, റൈഹാൻ, മുഹമ്മദ് റൈഹാൻ. ഒത്തിരി പേരുകളുണ്ട് കേട്ടോ. കുറെ പേരുകളുണ്ട്. പെൺകുട്ടികളൊക്കെ ഏത് പേരിലാണ് വിളിക്കുന്നത്? അവരൊക്കെ പോട്ടെ. റോസാപ്പൂ കൊടുക്കുന്ന കൊച്ചെന്തോ പേര് വിളിക്കുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. പിന്നെ നീ നാണം വരുന്നത് എന്തിനാ? ഞാൻ കൊടുക്കത്തൊന്നുമില്ല. നാണം വരുന്നവരുണ്ട്, ചെറിയൊരു നാണം വരുന്നവരുണ്ടോ? ഉണ്ടോ? നോക്കട്ടെ. ശരി, പെൺകുട്ടികളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തോ ഹീറോ ആണോ? സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ പോവാറുണ്ടോ? ഉണ്ടോ? സമയം കിട്ടാറുണ്ടോ? ഈ പോകുന്ന സമയത്ത് അവരൊക്കെ എന്താ കാണുമ്പോൾ പറയാറുള്ള റെയ്യാനെ? ഞാൻ ഒരു ദിവസം അളിയും ചെയ്ത് സ്കൂളിൽ പോയപ്പം എല്ലാ പിള്ളേരും നേരത്തെ എന്ത് വിളിക്കും? ഞാൻ വന്നോണ്ട് എല്ലാരും കൂടെ വിളിച്ചോ? വന്നേ റെയ്യാൻ വന്നേന്ന്? അങ്ങനെ വിളിച്ചു. ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? രണ്ട് ടീച്ചറുണ്ട്. പേര് പറഞ്ഞേ. സുധി ടീച്ചറുണ്ട്, സൗമ്യ ടീച്ചറുണ്ട്. ഇവർ രണ്ടുപേരും അടിക്കത്തില്ല അല്ലേ? അടിക്കത്തില്ല. ബാക്കി ടീച്ചേഴ്സൊക്കെ അടിക്കുവോ? ബാക്കി
ക്ലാസ് കഴിഞ്ഞാലേ അറിയാൻ പറ്റും. ക്ലാസ്സിന് പോവാറില്ല, പോകുമ്പോഴല്ലേ അറിയാറുള്ളൂ ആണോ? അല്ല, ആ ഞാൻ 1ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അന്നേരം അടി കിട്ടത്തില്ലേ? 1ാം ക്ലാസ്സിൽ അടി കിട്ടത്തില്ലേ? കിട്ടും. ആ എത്ര കിട്ടിയിട്ടുണ്ട് അടി? എത്ര അടി കിട്ടിയിട്ടുണ്ട്? ഇവനോട് കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. ഇങ്ങനെ വളരെ സംസാരിച്ച് തുടങ്ങുന്നുള്ള ഉമ്മ പറഞ്ഞു ഒന്നും സംസാരിക്കാറ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു സംസാരിച്ചല്ലേ? അപ്പം ടീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടുണ്ടോ? അപ്പം ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അളിയൻസ് എല്ലാവരും കാണണം. ആ നിന്റെ കഥാപാത്രം പറഞ്ഞ പേര് പറ. അലയൻസിലെ എൻ്റെ അളിയൻസിലെ പേര് തക്കുടു എന്നാണ്. ഇപ്പം എത്ര നാളായി വന്നിട്ട്? എത്ര നാളായി വന്നിട്ട്? എത്ര നാളായെന്ന് വെച്ചാ 1 വർഷമായോ? 1 വർഷമൊന്നും ആയില്ല. 1/2 വർഷം, 6 മാസം ഓൾമോസ്റ്റ് അല്ലേ? അത്രയൊക്കെ ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ്റെ വിശേഷങ്ങളാണ്. കൂടുതലായിട്ടൊന്നുമില്ല. കണ്ണനും തക്കുടു, പിന്നെ എന്താണ് കുഞ്ചു തക്കുടു കണ്ണൻ, പിന്നെ റൈഹു, റൈഹാൻ, റൈഹൻ, മുഹമ്മദ് എന്നൊക്കെ കുറേ പേരുകളുണ്ട്. ഭാവിയിൽ നല്ലൊരു നായകനാകട്ടെ. നമ്മുടെ ഷെയ്നകത്തിന് ഇഷ്ടമാണോ? നീലനില പാട്ട് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അഭിനയിക്കുന്ന ഷെയ്ൻ കേട്ടോ. അപ്പം ഷെയ്ൻ്റെ ഒക്കെ കൂട്ട് നല്ലൊരു നായകനായിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും കേട്ടോ. ഇനി നല്ല സീരിയൽ കിട്ടട്ടെ. അതുപോലെ കൂട്ടത്തിൽ പഠിത്തു. ഓക്കെ, താങ്ക് യു.